ഷാഫി പറമ്പിൽ എം പിയെ നോക്കിയടിക്കുകയായിരുന്നു. അദ്ദേഹം ഷാഫി പറമ്പിൽ എം പി ആണെന്നതിനകത്ത് ഒരു പോലീസുകാരനും പേരാമറില്ല. ഒരു DYSP സുനിലുണ്ട്, അവിടുത്തെ ഈ CPM ഏരിയ സെക്രട്ടറിയേക്കാൾ തരം താഴ്ന്നു വരുന്നു. നിരവധി തവണ ഞങ്ങൾ പറഞ്ഞു ഈ പ്രകടനം ഒന്ന് സമാധാനമായി ഞങ്ങൾ അവസാനിപ്പിച്ചോട്ടെ, പിരിഞ്ഞു പോയിക്കൊള്ളാം. അതിനൊന്നും അനുവദിക്കാതെ പോലീസ് അങ്ങോട്ട് തല്ലിയാണ്. തല്ലിയത് ആദ്യം തന്നെ ഷാഫിയാണ്. MP ആണെന്ന് അറിഞ്ഞിട്ടും മൂക്കിന് തല്ലി, തലയ്ക്ക് തല്ലി, മുഖത്ത് തല്ലി, രക്തം വാർന്നു. എത്രയോ രക്തങ്ങൾ അദ്ദേഹത്തെ ശരീരത്ത് പോയി. അത് കഴിഞ്ഞ് ടിയർ ഗ്യാസ് എറിയാണ്. 6 ടിയർ ഗ്യാസ് ഇറങ്ങിയത്. ഒരു ഫോട്ടോ ഉണ്ട്, എൻ്റെ കയ്യിലുള്ള ആളുകളുണ്ട്, ഇതാ ഒരാളുടെ ഫോട്ടോ ഉണ്ട്. അതായത് ഒരാളുടെ കണ്ണിന് ഗുരുതരമായ പരിക്കാണ്. 6ഓളം പ്രവർത്തകർ അതിക്രൂരമായ പരിക്കേറ്റ് ആശുപത്രികളാണ്. ഇത് പോലീസിൻ്റെ നരനായാട്ടാണ്. പേരാമ്പ്രയിൽ നടന്നത് പോലീസിൻ്റെ നരനായാട്ട്. CPM ആക്രമണത്തിന് പോലീസ് കൂട്ടുനിൽക്കുക, CPMൻ്റെ പ്രതിഷേധത്തിന് KSUMS വിജയിച്ചുള്ള CPMൻ്റെ പ്രതിഷേധത്തിന് പോലീസ് എസ്കോർട്ട് കൊടുക്കുക, സമാധാന പ്രകടനത്തെ കയറി ആക്രമിക്കുക. ഈ നിയമമാണ് ഉണ്ടായത്. അല്ല, CPMകാർ അപ്പുറത്ത് ആക്രമിക്കാൻ നിൽക്കുന്നു പറഞ്ഞാണല്ലോ ഞങ്ങളെ പ്രകടനം തടയുന്നത്. അതായത് ഒരു പ്രതിഷേധ പ്രകടനം നടത്താനുള്ള അവകാശം ഇവിടുത്തെ പ്രതിപക്ഷത്തിനില്ലേ? ആ പ്രതിഷേധ പ്രകടനം തടയുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ആയുധങ്ങളുമായി CPM നിൽക്കുന്നതാണ് DYSP പറയുന്നത്. ആ ആയുധങ്ങളുമായി നിൽക്കുന്നത് നേടാൻ കഴിയും. പിന്നെ ഇവരെന്തിനാ യൂണിഫോം ഇടുന്നത്? ആയുധങ്ങളുമായി നിൽക്കുന്നു, അങ്ങോട്ട് പോകരുത്. അത് കേട്ടാൽ ഏത് പ്രവർത്തകരും അടങ്ങിയിരിക്കുക. എന്നിട്ട് പോലും വളരെ സമാധാന നടത്തി. ഷാഫി പറമ്പിലും ഞാനുമൊക്കെ സ്ഥലത്തെത്തി. ലീഗിൻ്റെ നേതാക്കളുണ്ടായിരുന്നു. പ്രവർത്തകരെ ശാന്തരാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് അതിക്രമം. ഞങ്ങൾ തീരുമാനിച്ചിരുന്നില്ല. ഞങ്ങൾ ഈ സംഭവം കേട്ട് പോവുകയാണ്. കാരണം പോലീസ് വീണ്ടും ഇന്നലെ ഉണ്ടായ സംഭവം, അതായത് UDFൻ്റെ പ്രകടനം പോലീസ് തടഞ്ഞ ഇന്നലത്തെ സംഭവം ഇന്നും ആവർത്തിച്ചപ്പോൾ പ്രതിഷേധിക്കുന്നു പ്രവർത്തകർ തടഞ്ഞപ്പോൾ ഞങ്ങളവിടെ പോവുകയായിരുന്നു. അവിടെ പോയി അവരെ സമാധാനത്തോടുകൂടെ അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി MP യുടെ നേതൃത്വം ശ്രമിക്കുമ്പോഴാണ് MPക്ക് തിരക്കുണ്ടായത്. അല്ല, നാളെ രാവിലെ ഞങ്ങൾ നാളെ കോൺഗ്രസിൻ്റെ ജില്ലാ ക്യാമ്പായിരുന്നു. ആ ക്യാമ്പ് നാളെ ഉച്ചവരെ നിർത്തിവെച്ചു. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് KC വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9:30 മണിക്ക് UDFൻ്റെ നേതൃത്വത്തിൽ IG ഓഫീസിന് മുമ്പിൽ UDFൻ്റെ പ്രതിഷേധ സംഗമം ശ്രീ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ഇന്ന് രാത്രി ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് ലീഗിൻ്റെ പ്രകടനമുണ്ട്. ഇത് മാത്രവുമല്ല, കോഴിക്കോട് ജില്ലയിൽ UDFൻ്റെ ശക്തമായ പ്രതിഷേധങ്ങൾ താഴെത്തട്ടിലും ഉണ്ടാകും. നാളെ രാവിലെ 9:30 മണിക്ക് കോഴിക്കോട് IGP ഓഫീസിന് മുമ്പിൽ UDFൻ്റെ പ്രതിഷേധ സംഗമം.